നമ്മൾ സമൂഹത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഇടപെടേണ്ടി വരുന്ന ആൾക്കാരിൽ ഏറ്റവും അധികം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളോട് വളരെയധികം സ്നേഹത്തോടെ വളരെയധികം തേൻ പുരട്ടിയ വാക്കുകൾ സംസാരിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും അധികം നമ്മളോട് വെറുപ്പും ദേഷ്യവും അസൂയയും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ എന്ത് വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളോ സന്തോഷങ്ങളോ ഒരു അച്ചീവ്മെൻറ്റ്സോ ഒന്നും ഇവർക്ക് കാണാൻ യാതൊരു താല്പര്യവും ഇല്ല. പകരം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടങ്ങൾ ഉണ്ടായാൽ പുറമേ സങ്കടം ഭാവിക്കുമെങ്കിലും അപ്പോഴാണ് ശരിക്കും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളിൽ അവർക്കൊരു സന്തോഷമില്ല, അതിൽ പങ്കുചേരാൻ അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറിയിട്ട് അവിടെ നിന്ന് നമ്മൾ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആബ്സെൻസിൽ മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി ഒരുപാട് കുറ്റം പറയുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പോൾ അത് നമ്മളില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് പറയാം. അതല്ലാതെ നമ്മുടെ ആബ്സെൻസിൽ നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. അതൊരിക്കലും നല്ലൊരു ശീലമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലൈഫിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്താലും അതിൽ നമ്മളെ വിമർശനം മാത്രം നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രം പറയുന്ന ഇത്തരക്കാരെ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ വിഷമിക്കാതിരിക്കുക. ആ പറയുന്നത് അവരുടെ നേച്ചറാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ കണ്ണിൽ നോക്കി അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാറില്ല. പകരം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ഭാവിക്കുക മാത്രമാണ്. അതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത കാര്യം പറച്ചിലുകളായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളെപ്പറ്റി പറയുമ്പോൾ ഇവർ വളരെയധികം അഗ്രസീവ് ആവും എന്നുള്ളത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ പോലും ഒരിക്കലും നമ്മളെ ആത്മാർത്ഥമായിട്ടും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മെൻറ്റാലിറ്റി ഇവർക്ക് കാണില്ല. പകരം എങ്ങനെയും ഇവർ ഒഴിഞ്ഞു മാറാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മളൊരു കോള് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് കണ്ടാൽ പോലും ഒരിക്കലും തിരിച്ചൊരു റിപ്ലൈ പോലും ഇവർ തരാൻ തയ്യാറാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത്തരക്കാരെ ഓർത്ത് വിഷമിക്കുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് മാത്രമല്ല ഇവരെ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. മാത്രമല്ല, ഇപ്പോൾ ലൈഫിലെ എല്ലാ ആൾക്കാരും നമ്മൾ കാണുന്ന സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നുള്ളൊരു പിടിവാശി കാണിക്കാതിരിക്കുക. പകരം ഇതുപോലുള്ള ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ ഇവരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.